ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഇതിന് പ്രതികരണം നൽകിയില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും യുദ്ധം തുടരുമെന്നും ഇറാൻ പറയുന്നു. ഇറാന്റെ ഏകദേശം $11 ട്രില്യൺ ഫ്രീസ് ചെയ്തതുണ്ട്. ആ ഫ്രീസ് ചെയ്തതെല്ലാം ഇറാന് തിരിച്ചു നൽകുമോ ഇല്ലയോ എന്ന കാര്യം ഉടനെ തന്നെ അറിയിക്കണമെന്നാണ്, 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറാഖ്ചി പറഞ്ഞിരിക്കുന്നത്. അതല്ല എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം ലഭിച്ചില്ല എങ്കിൽ സീസ് ഫയർ അവസാനിക്കും, യുദ്ധം തുടരുമെന്നാണ് അറാഖ്ചി പറഞ്ഞിരിക്കുന്നത്. ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വിൽ റിമെയിൻ ബ്ലോക്കഡ് അൻറ്റിൽ 11 ട്രില്യൺ ഇൻ ഫ്രോസൺ ഇറാനിയൻ അസറ്റ്സ് ആർ റിലീസ്ഡ്. ഈ 11 ട്രില്യൺ ഇറാന്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള സമ്പത്ത് തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു ഭക്ഷ്യ കാർഗോ ഷിപ്പ് വളരെ സുരക്ഷിതമായി ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്ക തടയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ പൂർണ്ണ പ്രൊട്ടക്ഷനോടുകൂടെ ഇറാനിലെത്തി എന്നാണ് IRGC ഇപ്പോൾ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഉപരോധം പരാജയപ്പെടുത്തിയെന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിശക്തമായ രൂപത്തിൽ അമേരിക്കയുടെ നാവികസേന ഇറാന്റെ പല ഭാഗങ്ങളെയും, അതായത് ഇന്റർനാഷണൽ കടലുകളിലെല്ലാം ഇറാന്റെ കപ്പലുകളെ നിരീക്ഷിക്കുകയും തടഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അവരുടെ ഭക്ഷ്യ കാർഗോ ഷിപ്പ് ഇപ്പോൾ വളരെ സുരക്ഷിതമായി ഇറാൻ തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഏകദേശം 30ഓളം കപ്പലുകളെ തിരിച്ചയച്ചു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ അതേസമയം ഇത്രയും വലിയ ഉപരോധം അമേരിക്ക എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നടത്തുന്നതിനിടയിൽ ഇങ്ങനെ ഒരു നീക്കം ഇറാന് സാധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇറാന്റെ നാവികസേന ഇപ്പോഴും പൂർണ്ണ സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല മുമ്പുള്ളതിനേക്കാൾ സുശക്തമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും യുദ്ധം വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നെതന്യാഹു ശക്തമായ മുന്നറിയിപ്പ് ഇറാന് നൽകിയിരിക്കുന്നു. ഇറാൻ ഒരു കരാറിലേക്ക് പോകുന്നില്ല, ഇറാനിലുള്ള ഖാംനെയി കുടുംബത്തിന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന ഭീഷണിയാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്.